രാജ്യം ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പ് ഗോത തന്നെയാണ് പശ്ചിമ ബംഗാളിലുള്ളത്. പശ്ചിമ ബംഗാളിൽ കേവല ഭൂരിപക്ഷമെന്ന ആ മാന്ത്രിക സംഖ്യ 148 കടന്നുകൊണ്ട് ബി.ജെ.പിയുടെ തേരോട്ടം തന്നെയാണ് കാണാനായി സാധിക്കുന്നത്. ബി.ജെ.പിയെ സംബന്ധിച്ച് ഇത്തവണ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ പുതുച്ചേരിയിലായിക്കോട്ടെ, അസമിലായിക്കോട്ടെ, ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പശ്ചിമ ബംഗാളിലായിക്കോട്ടെ ഏറ്റവും മിന്നുന്ന വിജയം തന്നെയാണ് അവർക്ക് നേടാൻ സാധിച്ചിരിക്കുന്നത്. പശ്ചിമ ബംഗാൾ തന്നെയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടൊരു ബാലികേറ മലയെന്നുള്ളത്. 15 വർഷത്തെ തൃണമൂൽ കോൺഗ്രസിൻ്റെ മമതാ ബാനർജിയുടെ ആ ഒരു ഭരണം അതിന് അന്ത്യം വരുത്താനായി ഇത്തവണ ബി.ജെ.പിക്ക് സാധിച്ചു എന്നുള്ളതാണ്. ബംഗാളിൽ ആര്, ദീദിയോ മോദിയോ എന്നുള്ള ചോദ്യം തന്നെയായിരുന്നു ഏറ്റവും പ്രധാനമായിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സുവേന്ദു അധികാരിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് മമതാ ബാനർജിക്കെതിരെ ശക്തമായൊരു കരുനീക്കം തന്നെയായിരുന്നു ബി.ജെ.പി നടത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ നന്ദിഗ്രാമിൽ സുവേന്ദു അധികാരി മമതാ ബാനർജിയെ പരാജയപ്പെടുത്തിയത് നമ്മളേവരും കണ്ടു. അതിനുശേഷം സർക്കാർ രൂപീകരിക്കാനായി വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്നതുകൊണ്ട് പിന്നീട് സേഫ് സീറ്റ് എന്ന രീതിയിൽ ഭവാനിപൂരിൽ പോയി മത്സരിച്ച് വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തവണ കൃത്യമായി തന്നെ ചുവടുറപ്പിച്ച് തന്നെയായിരുന്നു ബി.ജെ.പി മത്സരരംഗത്തേക്ക് ഇറങ്ങിയത്. അതിൻ്റെ ഒരു ഫലം തന്നെയാണ് നമുക്കിപ്പോൾ കാണാനായി സാധിക്കുന്നത്. കൃത്യമായ രീതിയിലുള്ളൊരു ലീഡ് നിലനിർത്തി തന്നെയാണ് ബി.ജെ.പി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഈ 15 വർഷത്തെ ഭരണം അവസാനിപ്പിക്കാനും അതോടൊപ്പം തന്നെ SIRന് ശേഷം ഉണ്ടായിരിക്കുന്ന ആദ്യത്തെ തിരഞ്ഞെടുപ്പ് എന്ന രീതിയിലും നല്ലൊരു വിജയം തന്നെയാണ് ഇത്തവണ ബി.ജെ.പിക്ക് ഇവിടെ സ്വന്തമാക്കാനായി സാധിച്ചിരിക്കുന്നത്. ബി.ജെ.പിയെ സംബന്ധിച്ച് ആദ്യമായി ഭരണം പിടിക്കാൻ കഴിയുന്നു എന്ന ആത്മവിശ്വാസത്തിലൂന്നി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. തൃണമൂലിൻ്റെ കോട്ടകളൊക്കെ തന്നെ ഉരുക്ക് കോട്ടകളൊക്കെ തന്നെ ഭേദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനിടയിൽ തന്നെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ വൻ ഭൂകമ്പങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പും ബി.ജെ.പി ഇതിനോടകം തന്നെ നൽകിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ മമതാ ബാനർജിയുടെ 294 അംഗ നിയമസഭയിൽ ഭരണം പിടിക്കാൻ വേണ്ട 148 സീറ്റുകൾ എന്നത് ആദ്യ 2 മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഭേദിക്കാൻ ബി.ജെ.പിക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് വോട്ടർമാരായിരുന്നു SIR പിന്നാലെ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്തേക്ക് പോയത്. അതിൻ്റെ ചില കോളിളക്കങ്ങളൊക്കെ തന്നെ അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ നമുക്കറിയാവുന്ന ആർജിക്കർ മെഡിക്കൽ കോളേജിലുണ്ടായ ദാരുണ സംഭവം, അതിനുശേഷം ഇരയുടെ അമ്മയടക്കം തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയ ഒരു കാഴ്ച, മമതാ ബാനർജിക്ക് പരസ്യമായി വെല്ലുവിളി ഉയർത്തിയ ഒരു കാഴ്ച, ഇതൊക്കെ തന്നെ ഈ തിരഞ്ഞെടുപ്പിനെ വലിയ തോതിൽ സ്വാധീനിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് ഈ കനത്ത പരാജയത്തിന് കാരണം എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരികയാണ്. മമതാ ബാനർജിയും അതുപോലെ തന്നെ പ്രതിപക്ഷം ആയിട്ടുള്ള മുഖ്യ വിശ്വസ്തനായിട്ടുള്ള സുവേന്ദു അധികാരിയും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടം ഒരു സമയത്ത് ഒരേ പാളയത്തിലിരുന്ന് മത്സരം നയിച്ചിരുന്നുവെങ്കിൽ ഇത്തവണ നേർക്കുനേർ എത്തുമ്പോൾ മമത അവിടെ പരാജയപ്പെടുകയാണോ, പിന്നിലേക്ക് പോവുകയാണോ എന്നുള്ള ചോദ്യം വലിയ തോതിൽ തന്നെ ഉയരുകയാണ്. ബംഗാളിൽ ആകെ 215 സീറ്റുകൾ നേടിയായിരുന്നു കഴിഞ്ഞ തവണ തൃണമൂൽ അധികാരത്തിലേറിയതെങ്കിൽ 77 സീറ്റുകളുമായി ബി.ജെ.പി പ്രധാന പ്രതിപക്ഷമായി വ്യക്തമായ ഒരു ലീഡ് നില കഴിഞ്ഞ തവണ നിലനിർത്തിക്കൊണ്ട് പ്രധാന പ്രതിപക്ഷമായെങ്കിൽ ഇത്തവണ അത് നേരെ ഇരട്ടിയിലേക്ക് 150 മുകളിലേക്ക് എത്തിക്കാനായി, 158 എത്തിക്കാനായി ഇത്തവണ സാധിച്ചിട്ടുണ്ടായിരുന്നു. ബംഗാളിൽ 165 എന്ന സംഖ്യയിലേക്കാണ് ഈ നിമിഷം കടക്കുന്നത്. കഴിഞ്ഞ തവണ നന്ദിഗ്രാമിൽ സുവേന്ദു അധികാരിയോട് പരാജയപ്പെട്ട ആ ക്ഷീണമൊക്കെ തന്നെ ഇത്തവണ മാറ്റിയെടുക്കുമെന്ന വെല്ലുവിളി മമതാ ബാനർജി മുന്നോട്ട് വെച്ചെങ്കിൽ പോലും ഇത്തവണ അതിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള വ്യക്തമായൊരു സൂചന ലഭിക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ആദ്യ റൗണ്ട് വോട്ടെണ്ണിയപ്പോൾ സുവേന്ദു അധികാരി പിന്നിലേക്ക് പോയെങ്കിലും പിന്നീട് ശക്തമായ രീതിയിലുള്ളൊരു തിരിച്ചുവരവ് തന്നെയാണ് പ്രകടമാക്കുന്നത്. പോരാട്ടം കടുപ്പിച്ചിരിക്കുകയാണ് ഭവാനിപൂരിലെത്തി. എന്തായിരുന്നാലും മമതയുടെ വീട്ടുപടിക്കൽ തന്നെ ഈ പോരാട്ടം നടക്കുന്നു എന്നൊരു പ്രതീതി ഉണർത്തുകയാണ്. മമതയെ വലിയ തോതിൽ തന്നെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു. ഇതുകൂടാതെ തന്നെ മമതയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തൃണമൂൽ കോൺഗ്രസിനെ വെല്ലുവിളിയായി തന്നെ പാളയത്തിൽ നിന്നും പുറത്തുപോയ വിമതനായിട്ടുള്ള ഹുമയൂൺ കബീർ പുതിയൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചുകൊണ്ട് ശക്തമായ രീതിയിൽ തന്നെ മമതയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ഇതും ഇത്തവണ പശ്ചിമ ബംഗാളിലെ തിരഞ്ഞെടുപ്പ് ചിത്രത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു വിഷയം കൂടിയാണ്. അതുപോലെ തന്നെ പശ്ചിമ ബംഗാളിലെ മുസ്ലിം വോട്ടർമാർ അവർ ബി.ജെ.പിക്ക് അനുകൂലമായി വോട്ട് ചെയ്യില്ല എന്നുള്ളൊരു പ്രതീതി മമതാ ബാനർജി ഉയർത്തിയെങ്കിൽ പോലും തൃണമൂലിൽ നിന്ന് പുറത്തുപോയ ഹുമയൂൺ ആകട്ടെ ബാബറി മസ്ജിദിന് പകരമായി ഒരു പള്ളി നിർമ്മിച്ച് നൽകുമെന്ന രീതിയിലൊക്കെ തന്നെ ജനങ്ങളെ സ്വാധീനിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. ഇതും ഇത്തവണ തിരഞ്ഞെടുപ്പിൽ മുസ്ലിം വോട്ടർമാരിൽ ഒരു 30% വരുന്ന വോട്ടർമാരിൽ വലിയ സ്വാധീനം ചെലുത്തിയെന്ന് തന്നെയാണ് നിലവിൽ സൂചന പുറത്തു വരുന്നത്. ബി.ജെ.പി ആദ്യമായി അങ്ങനെ ബംഗാളിൽ അധികാരത്തിലേറുമെന്ന രീതിയിലുള്ള ചിത്രം തന്നെയാണ്, വ്യക്തമായ ചിത്രം തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്നത്. കേവല ഭൂരിപക്ഷം പിന്നിട്ട് 15ലധികം സീറ്റുകളുമായി തന്നെയാണ് ഇപ്പോൾ പോരാട്ടം മുന്നോട്ട് പോകുന്നത്. ഇനിയുള്ള മണിക്കൂറുകളിൽ വ്യക്തമായ ഫലസൂചന നമുക്ക് ലഭ്യമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായിരുന്നാലും രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്നു. പുതുച്ചേരിയിലെയും അസമിലെയും പശ്ചിമ ബംഗാളിലെയും ഒക്കെ തന്നെ വിജയത്തിന് പിന്നാലെ ദില്ലിയിലടക്കം ബി.ജെ.പി സംസ്ഥാന ഓഫീസിന് മുന്നിൽ തന്നെ, ബി.ജെ.പി ദേശീയ ഓഫീസിന് മുന്നിൽ തന്നെയൊക്കെ വലിയ രീതിയിലുള്ള പടക്കം പൊട്ടിക്കലും ലഡു വിതരണവും ഒക്കെ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറെ ആവേശത്തോടു കൂടി തന്നെയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ബി.ജെ.പിയും വരവേൽക്കുന്നത്. 5-ൽ 3 തങ്ങളുടെ പോക്കറ്റിലായ സന്തോഷത്തിൽ തന്നെയാണ് ബി.ജെ.പി ഉള്ളത്. തമിഴ്നാട്ടിലും ബി.ജെ.പി സഖ്യം 2ാം സ്ഥാനത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അവിടെയും ടി.വി.കെ സ്വന്തമായി സർക്കാർ രൂപീകരിച്ചില്ലെങ്കിൽ തങ്ങൾക്കും അവിടെ ഒരു ഭാഗവാക്കാകാമെന്നുള്ളൊരു പ്രതീക്ഷയും ബി.ജെ.പി ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നുള്ള സൂചകങ്ങൾ കൂടിയാണ് നമുക്ക് ഈ മണിക്കൂറിൽ ലഭ്യമാകുന്നത്.
ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.